ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 30, 31 എന്നീ ശ്ലോകങ്ങളാണ് ഇവിടെ സ്മരിക്കുന്നത്. ഓം വിശുക്രപ്രാണഹരണവാരാഹി വീര്യ നന്ദിത കാമേശ്വരമുഖാലോകകൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്രപ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്രവർഷിണി. ആദ്യത്തെ നാമം വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത. വിശുക്രന്റെ ജീവനെ അപഹരിച്ച വാരാഹി ദേവിയുടെ ശക്തി കണ്ട് സന്തോഷിച്ചവൾ, ആനന്ദിച്ചവൾ ശ്രീ മഹാദേവി. വിഷങ്കൻ വിശുക്രൻ മഹാദേവിയുടെ ചുമലിൽ നിന്ന്, തോളിൽ നിന്നും ഉദ്ഭൂതരായിട്ടുള്ളവരാണ്. തുല്യ ശക്തി പ്രകടിപ്പിക്കുന്നവരാണ്. ഇവിടെ വിഷങ്കൻ വിശുക്രൻ എന്നീ ആസുരീകതയെ ഉദ്ദേശിക്കുന്നത് ഭൗതിക തൃഷ്ണയുടെ പ്രതീകങ്ങൾ എന്ന നിലയ്ക്കാണ്. ഓരോരുത്തരും ആത്യന്തികമായി ലക്ഷ്യമിടേണ്ടത് ശാന്തി, സമാധാനം, ആനന്ദം, മോക്ഷപദം ആണ്. എങ്കിലും ജീവനുകളെ ചില ആസുരീകതകൾ വന്ന് പിടികൂടുന്നു. അതിന് ഏഷണാത്രയങ്ങൾ എന്ന് പറയുന്നുണ്ട്. അത് ആസുരീക ഗുണമാണ്, ആസുരീകതയാണ്, തൃഷ്ണയാണ്. നേടണം, ഭൗതികതയിലേക്കുള്ള എടുത്തുചാട്ടം, അതിനായിട്ടുള്ള പരിശ്രമം, അതിനായിട്ടുള്ള തൃഷ്ണ, ഒരേ ഒരു ചിന്ത, ഒരേ ഒരു പരിശ്രമം, അങ്ങനെ ഒരു ആസക്തിയാണ് ഭൗതിക സുഖത്തിന്. അത് നിലനിർത്താൻ, വെട്ടിപ്പിടിക്കാനൊക്കെയുള്ള ആ തൃഷ്ണ, അത് ഞാനെന്ന ഭാവവും ആണ്. അത് 3 തരത്തിലാണ് പറയുന്നത്, ഏഷണാത്രയങ്ങൾ. 1 വിത്ത ഏഷണ, 2 പുത്ര ഏഷണ, 3 സ്ഥാന ഏഷണ. ഇതാണ് ഏഷണാത്രയങ്ങൾ. മനുഷ്യനെ, ജീവാത്മാവിനെ താഴേക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുവരികയാണ് ഈ ഏഷണാത്രയങ്ങൾ. ധനസമാഹരണം, ധനസമ്പാദനം, അത് നിലനിർത്താനുള്ള പരിശ്രമം, ധനികൻ എന്നുള്ള ഭാവം, ആ ഞാനെന്ന ഭാവം ആസുരീകതയാണ്. പുത്ര ഏഷണ, പുത്രപൗത്രന്മാർ, സന്തതി പരമ്പരകൾ, അങ്ങനെയുള്ള ചിന്ത. അവിടെയും ഞാൻ അഭിമാനിക്കുന്നു, ഞാൻ എന്നുള്ള ഭാവം, ഞാനെന്ന ഭാവം, അത് ശാന്തിയോ സമാധാനമോ അല്ല തരുന്നത്. പരമാർത്ഥമായി പറയുകയാണെങ്കിൽ മനുഷ്യനെ താഴേക്ക് പിടിച്ചു വലിക്കുകയാണ് ഈ പുത്ര ഏഷണയും ചെയ്യുന്നത്. സ്ഥാന ഏഷണ, മഹിമ, സ്ഥാനലബ്ധി, അത് നിലനിർത്താനുള്ള പരിശ്രമം, നേടിയെടുക്കാനുള്ള പരിശ്രമം, പേര്, പ്രശസ്തി, ഓരോരോ സ്ഥാനലബ്ധികൾ, ഇതിനെല്ലാമുള്ള ചിന്ത, ഇതിനെല്ലാമുള്ള പരിശ്രമം, ഇത് മനുഷ്യനെ ഈശ്വര ചിന്തയിൽ നിന്ന് വഴിതെറ്റിച്ച് വിടുകയാണ് ചെയ്യുന്നത്. മനുഷ്യനെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അന്ധകാരത്തിൽപ്പെട്ട് ഉഴറാനാണ് ഇത് ഇടവരുത്തുന്നത്. അതുകൊണ്ട് ഈ ഏഷണാത്രയങ്ങളിൽ നിന്ന് ജീവാത്മാവിനെ മോചിപ്പിക്കണം എന്നുള്ള ഒരു ദേവിയുടെ താല്പര്യമുണ്ട്. അതിനനുസരിച്ച്
ദേവീ മാർഗങ്ങൾ വരുത്തുക തന്നെ ചെയ്യുന്നു. ആചാര്യന്മാർ പറയുന്നു, ദേവീ ഉപാസന ഒന്നുകൊണ്ട് മാത്രമേ ഇത്തരം ആസുരീക ശക്തികളിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ. ആരാണോ ദേവിയെ ഉപാസിക്കുന്നത്, അല്ലെങ്കിൽ നിഷ്കളങ്കമായി ജീവിക്കുന്നത്, യാതൊരു വിധത്തിലുമുള്ള സ്വാർത്ഥതയോ ആസുരീകമായിട്ടുള്ള ചിന്തകളോ ഇല്ലാതെ നിസ്സംഗരായി നിസ്വാർത്ഥരായി നിർമ്മമരായി ആരാണോ മുന്നോട്ട് പോകുന്നത്, തീർച്ചയായിട്ടും അവരുടെ ജീവിതവും അമ്മ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അമ്മ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടുന്നതെന്തോ അത് അമ്മ അപ്പോൾ നൽകുന്നതായിരിക്കും. അതാണ് അങ്ങനെയുള്ള ഭക്തനിൽ, അങ്ങനെയുള്ള വ്യക്തികളിൽ അമ്മ ദേവിയുടെ പ്രസാദമായി തന്നെ ജ്ഞാനതൃഷ്ണ നൽകും. സ്വയമേവ ഭക്തൻ അറിയാതെ തന്നെ, ആ ഉപാസകൻ അറിയാതെ തന്നെ കർമ്മയോഗവും ജ്ഞാനയോഗവും ഭക്തിയോഗവും എന്താണോ വേണ്ടത് അത് അവനിൽ അങ്കുരിപ്പിക്കുക തന്നെ ചെയ്യും. പരമമായിട്ടുള്ള യോഗം ജ്ഞാനയോഗമാണ്. ആ നിലയ്ക്ക് ജ്ഞാനതൃഷ്ണ ഭഗവതി തന്നെ ഉപാസകനിൽ വളർത്തുന്നു, വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭക്തൻ്റെ ആധ്യാത്മിക പദ്ധതിയിലുള്ള ചരിക്കൽ ജീവിതം, അതിൻ്റെ ഉയർച്ച കണ്ട് ദേവി സന്തോഷിക്കുന്നു. അങ്ങനെയാണ് വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിതായേ നമ. കാരണം വാരാഹി ദേവിയാണ് വിശുക്രനെ വധിച്ചത്. ആ ദേവിയുടെ ശക്തി പ്രഭാവത്തിൽ അമ്മ സന്തോഷിക്കുന്നു. ഒപ്പം തന്നെ തൻ്റെ മക്കളുടെ ഉണർവ്, ഉയർച്ച, ഉദ്ധാനം, ഇതെല്ലാം കണ്ടിട്ട് അമ്മ സന്തോഷിക്കുകയാണ്. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. അടുത്തത് കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര. കാമേശ്വര മുഖാലോക, ആ മുഖാലോകനം കൊണ്ട് ദേവി കാമേശ്വരൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ആലോകനം ചെയ്തു. കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര. അങ്ങനെ ആലോകനം ചെയ്തുകൊണ്ട് നോക്കിക്കൊണ്ട് കൽപ്പിതമായ സൃഷ്ടിക്കപ്പെട്ട ശ്രീഗണേശ്വരനോട് കൂടിയവൾ ശ്രീ മഹാദേവി. ഇവിടെ ഭണ്ഡാസുരൻ തൻ്റെ സൈന്യം, തൻ്റെ സേനാധിപന്മാർ, മന്ത്രിമാർ, മക്കൾ, അസുരസേന ഒന്നടങ്കം നശിക്കുന്നു എന്ന് കാണുകയാണ്. ശക്തിദേവതമാർ ഗംഭീരമായ യുദ്ധത്തിൽ അസുരസേനയെ ക്രമേണ ഇല്ലാതാക്കുകയാണ്. ബാല, വാരാഹി, ശ്യാമള, ദണ്ഡനാഥ തുടങ്ങിയ ശക്തികളാൽ ഓരോരുത്തരും ഹനിക്കപ്പെടുകയാണ്. തൻ്റെ ശക്തി ക്ഷയിച്ചു വരുന്നു, തൻ്റെ സേന ബലം കുറഞ്ഞു വരുന്നു എന്ന് മനസ്സിലാക്കിയ ഭണ്ഡാസുരൻ ദുഃഖിതനായി ഒരു പോംവഴി സ്വയമേവ കണ്ടെത്തുന്നു. ദേവിയുടെ സൈന്യത്തെ നിഷ്ക്രിയമാക്കുന്നു. ദേവിയുടെ സൈന്യത്തെ നിഷ്ക്രിയമാക്കാൻ ഭണ്ഡാസുരൻ വിശുക്രൻ എന്ന അസുരനെ നിയോഗിക്കുകയാണ്. ഭണ്ഡാസുരൻ്റെ മായാശക്തി തന്നെയാണ് വിശുക്രൻ, സഹോദരനാണ്. അപ്പോൾ തൻ്റെ മായാശക്തി, വിശുക്രൻ്റെ മായാശക്തിയാൽ ദേവി സൈന്യത്തെ ആ അസുരൻ നിഷ്ക്രിയമാക്കുന്നതിന് വേണ്ടി ഒരു വിഘ്നയന്ത്രം അവിടെ സ്ഥാപിക്കുകയാണ്. രഥങ്ങളിൽ, ആ പ്രദേശത്ത്, ഓരോരുത്തരുടെയും ശരീരത്തിൽ, എല്ലായിടത്തും ഒരു വിഘ്നയന്ത്രം നിക്ഷേപിക്കുകയാണ്. വിശുക്രൻ യുദ്ധം ചെയ്യാനായി ചെന്നുവെങ്കിലും വാരാഹി ദേവി നിമിഷം കൊണ്ട് വിശുക്രനെ വധിച്ചു. പക്ഷേ അവൻ ചെയ്തു വെച്ച ആ വിഘ്നം
ദേവി സൈന്യത്തെ വല്ലാതെ കുഴക്കി തളർത്തിക്കളഞ്ഞു. കാരണം സേനാനികളിൽ ഉദാസീനത, മടുപ്പും മടിയും തോന്നുന്നു, താല്പര്യമില്ലായ്മ, യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു ഇച്ഛ, പിന്തിരിഞ്ഞ് ഓടാനുള്ള ഒരു പ്രവണത, എല്ലാം ഇട്ടിട്ട് പോവാനുള്ള ഒരു തോന്നൽ, തങ്ങളുടെ മനഃശക്തി കൈവിട്ടുപോയോ എന്നൊരു ഭീതി, പരാജയ ഭീതി തോന്നുന്നു, ബലഹീനത, കഴിവില്ല എന്നൊരു തോന്നൽ, ഇതിനെ മറികടക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ചിന്ത, ഉറക്കം തൂങ്ങൽ, മോഹാലസ്യം, ഭയം, അകാരണമായ ഭയം, യുദ്ധരംഗത്താണ് എങ്കിൽ പോലും തനിക്കിതിന് സാധിക്കില്ല എന്നൊരു തോന്നൽ, അപമാനഭീതി, ഇങ്ങനെയുള്ള മനസ്ഥിതിയാൽ ദേവിയുടെ സൈന്യം പരവശരായി. എല്ലാവരും തളർന്നു. അപ്പോൾ ശ്രീ ലളിതാംബികാദേവി കാമേശ്വരൻ്റെ, മഹാദേവൻ്റെ മുഖത്തേക്ക് മന്ദസ്മിതത്തോടെ ഒന്ന് നോക്കി. കണ്ണുകളിൽ എന്തോ ആജ്ഞയുണ്ട്, അനുജ്ഞയുണ്ട്, ആംഗ്യമുണ്ട്, പ്രതീക്ഷയുണ്ട്, ഇച്ഛയുണ്ട്. അത് തീർച്ചയായും മഹേശ്വരന് മനസ്സിലായി. രണ്ടുപേരുടെയും കടാക്ഷങ്ങൾ സംഗമിച്ചപ്പോൾ മഹാദേവൻ നോക്കുന്നു, ദേവിയും അർത്ഥഗർഭമായി നോക്കുന്നു. രണ്ടുപേരുടെയും കടാക്ഷങ്ങൾ സംഗമിച്ചപ്പോൾ മഹാഗണപതി അവിടെ ആവിർഭവിക്കുകയാണ്. മഹാഗണേശൻ പ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. അങ്ങനെ മഹാഗണപതിയാൽ ആ വിഘ്നയന്ത്രം നിശ്ശേഷം നശിപ്പിക്കപ്പെട്ടു. മഹാഗണപതി യുദ്ധരംഗത്ത് ചെന്ന് അവിടെയുള്ള വിഘ്നങ്ങളെ, വിഘ്നയന്ത്രത്തിൻ്റെ ശക്തിയെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്തു. ആ വിഘ്നയന്ത്രത്തിൻ്റെ ശക്തി നശിച്ചു. തൻ്റെ സേന പൂർവാധികം ശക്തിയോടുകൂടി ഇതാ മുന്നോട്ട് വരുന്നു. അവരിൽ പരാജയഭീതി നഷ്ടമായി, അവരിൽ ശക്തിയും ഉണർവും കൂടുതൽ പ്രകടമാകുന്നു എന്ന് കണ്ടപ്പോൾ, ആ വിഘ്നയന്ത്രത്തിൻ്റെ ശക്തി, വിഘ്നയന്ത്രം നിർവീര്യമായി എന്ന് മനസ്സിലാക്കിയപ്പോൾ ശ്രീ മഹാദേവി അതീവ സന്തുഷ്ടയാകുന്നു. അങ്ങനെ സന്തോഷിച്ചവളാണ് ശ്രീ മഹാദേവി. അങ്ങനെയുള്ള ദേവി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വരായേ നമ. ശ്രീ ഗണേശ്വരനോടുകൂടി ദേവി വിരാജിക്കുകയാണ്. അപ്പോൾ ശ്രീ മഹാഗണപതിക്ക് നമസ്കാരം, ശ്രീ മഹാദേവിക്ക് നമസ്കാരം. എല്ലാ വിഘ്നങ്ങളും വിഷമങ്ങളും ഇല്ലായ്മ ചെയ്യാൻ ശ്രീ മഹാഗണപതി തന്നെ അവതാരം കൊള്ളണം. അടുത്ത നാമം മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രകർഷിത. മഹാഗണപതിയാൽ വിഘ്നയന്ത്രം നിശേഷം നശിപ്പിക്കപ്പെട്ടപ്പോൾ സന്തോഷിച്ചവൾ ദേവി. സേനാധിപനും ഭണ്ഡാസുരൻ്റെ സഹോദരനുമായ വിശുക്രൻ, സഹോദരൻ എന്ന് പറയാൻ തോളിൽ നിന്നാണ് ഉണ്ടായി വന്നത്. ഈ വിശുക്രൻ തൻ്റെ മായാശക്തിയാൽ ജയവിഘ്ന എന്നു പേരായ വിഘ്നയന്ത്രമാണ് സ്ഥാപിച്ചത്. ജയവിഘ്ന. ആ ജയവിഘ്ന എന്ന വിഘ്നയന്ത്രത്തെ ശ്രീ മഹാഗണപതി ഭസ്മമാക്കി എന്ന് പറയാണ്. വിഘ്നങ്ങൾ അകറ്റിയ വിഘ്നേശ്വരനെ കണ്ടിട്ട് വിഘ്നങ്ങളെല്ലാം അകന്ന് പൂർവാധികം ശക്തിയോടുകൂടി ഉണർവോടുകൂടി പ്രവർത്തിക്കുന്ന തൻ്റെ സേനയെ കണ്ട് ദേവി സന്തോഷിക്കുന്നു. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രകർഷിതായേ നമ. അടുത്ത നാമം ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി. ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി. ഭണ്ഡാസുരൻ പ്രയോഗിച്ച ശസ്ത്രങ്ങൾ നിർമുക്തമാണ്, വിടുകയാണ് ചെയ്തത്. കയ്യിൽ നിന്നും വിട്ടു പ്രയോഗിക്കുകയാണ്. ഭണ്ഡാസുരൻ പ്രയോഗിച്ച
ശസ്ത്രങ്ങൾക്കെതിരായി പ്രത്യസ്ത്രങ്ങൾ പ്രയോഗിച്ചവളാണ് ശ്രീ മഹാദേവി. എന്താണ് ശസ്ത്രം, എന്താണ് അസ്ത്രം? കയ്യിൽ പിടിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് ശസ്ത്രം. വാള്, കുന്തം, അങ്ങനെയുള്ളതൊക്കെ, ഖഡ്ഗം, കഠാരി. അപ്പോൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ആയുധങ്ങളെ ശസ്ത്രം എന്ന് പറയും. പിടിവിടാതെ പ്രയോഗിക്കുന്നു. എന്നാൽ കയ്യിൽ നിന്ന് വിട്ടുകൊണ്ട്, നിർമുക്തം, കയ്യിൽ നിന്ന് വിട്ടുകൊണ്ട് പ്രയോഗിക്കുന്ന ആയുധങ്ങൾ അസ്ത്രമാണ്. അമ്പ് കയ്യിൽ നിന്ന് വിടുകയാണ്. അതാണ് രണ്ട് തരത്തിലുള്ള അസ്ത്രശസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അസ്ത്രം പ്രയോഗിച്ചു അല്ലെങ്കിൽ ഒരു ശസ്ത്രം പ്രയോഗിച്ചു, അതിന് പ്രത്യസ്ത്രം പ്രയോഗിക്കണം. അതിന് അറിവ് വേണം, പ്രായോഗികത വേണം, അനുഗ്രഹവും വേണം. അപ്പം ഇവിടെ ധൃത്വാ പ്രഹരണം ശസ്ത്രം എന്ന് പറയാണ്. ധൃത്വാ പിടിച്ചുകൊണ്ട്, ഉക്ത്വാ ത്വാ കയ്യിൽ നിന്ന് വിട്ടുകൊണ്ട്, പ്രമീരിതം അത് അസ്ത്രമാണ്. ഇനി എന്താണ് ഇതിൻ്റെ ആന്തരിക അല്ലെങ്കിൽ ആധ്യാത്മിക തത്വം, ചിന്ത എന്ന് ചിന്തിക്കുമ്പോൾ, അജ്ഞാനത്തിൽ നിന്നും ഉണ്ടാവുന്ന ചിന്തകൾ, നമ്മളുടെ അറിവില്ലായ്മയിൽ നിന്ന്, മോഹാവസ്ഥയിൽ നിന്ന് ഉണ്ടാകുന്ന ചിന്തകൾ ശസ്ത്രങ്ങളാണ്. നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ കാർന്നു തിന്നും ശരിയായി പിടിച്ചില്ലെങ്കിൽ. അജ്ഞാനത്തിൽ നിന്നും ഉണ്ടാവുന്ന ചിന്തകൾ ശസ്ത്രങ്ങൾ. ആ ശസ്ത്രങ്ങൾ നമ്മളെ തളർത്തും, നമ്മളെ പരാജിതരാക്കും. പക്ഷേ അതിന് പ്രത്യസ്ത്രം പ്രയോഗിച്ചേ മതിയാവൂ. അന്യരുടെ ശസ്ത്രങ്ങളും നമ്മളുടെ മേൽ പതിക്കാം. അതിനും എതിരായിട്ട് ഒരു പ്രത്യസ്ത്രം നമ്മൾ പ്രയോഗിക്കേണ്ടതുണ്ട്. മഹാശക്തന്മാരുടെ ശസ്ത്രങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ തീർച്ചയായിട്ടും നമ്മൾക്കുള്ള പ്രത്യസ്ത്രം, നമ്മൾ ഉപയോഗിക്കേണ്ട പ്രത്യസ്ത്രം ദേവി ഉപാസന തന്നെയാണ്. അതല്ല എങ്കിൽ പരമാത്മ ധ്യാനമാണ്. തീർച്ചയായിട്ടും അസ്ത്രശസ്ത്രങ്ങളാൽ നമ്മളെ തന്നെ നമുക്ക് കവചങ്ങൾ തീർക്കാം. ദേവിയുടെ കവചസ്തോത്രം ചൊല്ലാം, പഠിക്കാം. അത് സ്ഥിരം മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കാം. കവചം വേണം, ഒപ്പം തന്നെ ശസ്ത്രമുണ്ടെങ്കിൽ അതിന് പ്രത്യസ്ത്രവും ചെയ്യാനുള്ള കഴിവ് നേടണം. അതല്ല, ഏറ്റവും തികഞ്ഞ പരിപൂർണമായ പ്രത്യസ്ത്രം ദേവിയുടെ കാരുണ്യമാണ്, ദേവിയുടെ സംരക്ഷണമാണ്. ദേവി ഉപാസനയിലൂടെ ദേവിയെ കൈവരിക്കാം. അതാണ് നമ്മളെ ആചാര്യന്മാർ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ശസ്ത്രപ്രത്യസ്ത്രവർഷിണിയായിട്ടുള്ള ദേവി, ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണ്യൈ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.